ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ പുതുതായി ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്ന് നമ്മുടെ യാത്ര മേലെപ്പഴനിയിലേക്കാണ്. അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. ഏട്ടൻ ഓട്ടോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഹസ്സും ഞാനും മോനും അമ്മയും കൂടിയാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു മേലെപ്പഴനിയിൽ പോയിട്ട് മുരുകനെ ഒന്ന് കാണണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ യാത്ര കാലത്ത് തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. ബൈപ്പാസ് വഴിയായിരുന്നു പോയത്. മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ട്രാഫിക്കും കാര്യങ്ങളും ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ പോകാൻ സാധിക്കുന്നുണ്ട്. അമ്മക്ക് സ്റ്റേഴ്സ് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ റോഡ് വഴി തന്നെയാണ് ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റെപ്സ് വഴി കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പോൾ റോഡെന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക്കാണ്. ഇതൊക്കെ ഒരു കയറ്റമായതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ട് സ്ലോ ആയിട്ടാണ് ഏട്ടൻ ഓട്ടോ എടുക്കുന്നത്. ഇതിനകത്തിരിക്കുമ്പോൾ നമുക്ക് തന്നെ എന്തോ ഒരു ഫീലാണ്, എന്തോ ഒരു ടെൻഷനോ പേടിയൊക്കെ പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ വണ്ടി പോയി ഇത് നമ്മളിവിടെ ടോപ്പിലെത്താനായിട്ടുണ്ട്. എല്ലാവരും മേലെപ്പഴനിയൊക്കെ പോയി എന്നിങ്ങനെ കഥ പറയുമ്പോൾ ഒരുപാട് നാളത്തെ ഒരാഗ്രഹമായിരുന്നു ഇവിടെ ഒന്ന് എത്തിപ്പെടുക എന്നുള്ളത്. ഈ ഒരു വളവോടുകൂടി നമ്മൾ ക്ഷേത്രത്തിൻ്റെ വഴിയിലേക്ക് എത്തി എന്ന് തന്നെ പറയാം. നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. മുരുകനെ കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ക്ഷേത്രം എങ്ങനെയാണ്, ഇതുവരെ ഞാൻ പോയിട്ടില്ല ഇവിടേക്ക്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഇതേ പാർക്ക് ചെയ്യണം. വണ്ടിയൊക്കെ ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ച് നമ്മൾ ഇതേ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. നല്ല കാമായിട്ടുള്ളൊരു ഏരിയ ആണ് ഇവിടെ. ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി കാണാൻ തന്നെ നമുക്ക് ടൈം വേണം. ബട്ട് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ വഴിപാട് കൗണ്ടറിൽ പോയിട്ട് എന്തൊക്കെ വഴിപാടാണ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ക്ഷേത്രത്തിൻ്റെ പൊസിഷനൊക്കെ കാണാം. മോർണിംഗ് വൈബ്സ് എന്ന് വെച്ചാൽ എന്താ, നല്ല കാമായിട്ടുള്ളൊരു മോർണിംഗ് വൈബ്സാണ്. കുറച്ച് പേരൊക്കെ എത്തിയിട്ടുള്ളൂ ക്ഷേത്രത്തിൽ. അപ്പോൾ നമുക്ക് വേണ്ടിയ വഴിപാടുകളൊക്കെ റിസീവ് ചെയ്തിട്ട് നമ്മൾ റിത്തൂസിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടുന്ന് തന്നെ ഷീറ്റാക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങുകയാണ്. നമുക്ക് നേരെ ക്ഷേത്രത്തിലേക്ക് പോവാം. ഇത് ക്ഷേത്രത്തിൻ്റെ ഏരിയ എന്നൊക്കെ വെച്ചാൽ ഇത് ഇവിടേക്കാണ് പ്രസാദമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനിൽ മാത്രമേ നമുക്ക് ക്യാമറ അലൗഡ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൽ തൊഴുത് വന്നതിന് ശേഷം കാണാൻ പറ്റും. നമ്മൾ വിചാരിച്ച നേർച്ചകളൊക്കെ ചെയ്യാൻ പറ്റി. മുരുകൻ്റെ നല്ലൊരു ദർശനം തന്നെ കിട്ടി എന്ന് തന്നെ പറയാം. ഈ ക്ഷേത്രത്തിൻ്റെ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോവും. ക്ഷേത്രത്തിൻ്റെ ഓരോ ഏരിയകളായിട്ട് ഓരോ ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തൊഴുത് ഇത് താഴെക്കൂടി സ്റ്റേഴ്സ് വഴിയിട്ടുള്ള വഴിയാണ് ഇത്. നല്ല രസമായിരിക്കും. ഫോറസ്റ്റിലൂടെ നമ്മളെ കാട്ടിലൂടെ ഒക്കെ വരുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവും. പക്ഷേ നമ്മൾ ഇതിലേ അല്ല വന്നത്. നമ്മൾ കുറച്ച് സ്റ്റെപ്സിൻ്റെ അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാൻ. പിന്നെ ഇവിടെ മണ്ഡപങ്ങളൊക്കെ പോലെ തിരിച്ചു വെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ നമ്മൾ തൊഴുതിറങ്ങിയപ്പോൾ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. എന്തായാലും ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് തന്നെ പോകുന്നതെന്ന് തീരുമാനിച്ചു. അപ്പോൾ അത്രയും ടൈം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാമല്ലോ. ഫസ്റ്റ് ടൈം വരികയല്ലേ. ഏട്ടൻ നല്ല ധൃതി ഉണ്ടായിരുന്നു പോകാൻ. പക്ഷെ നമ്മൾ പിടിച്ച് വെച്ച് നിർത്തിയതാണ് ഏട്ടനെ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം സ്പെൻഡൊക്കെ ചെയ്തു. ഒരുപാട് പേര് വരുന്നുണ്ട്. ചെറിയ കുട്ടികളൊക്കെ മുട്ടയടിക്കാനും അങ്ങനെയുള്ള നേർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുറേ ടൈം നമ്മൾ ഇരുന്നും നടന്നൊക്കെ സ്പെൻഡ് ചെയ്തു. ക്ഷേത്രമൊക്കെ മൊത്തത്തിൽ ചുറ്റി കണ്ടു. ഇനി നമുക്ക് പുറത്തത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ക്ഷേത്രത്തിനായിട്ട് ചെറിയൊരു കുളമൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ കണ്ടുപിടിച്ച ആ ക്ഷേത്രത്തിൻ്റെ ചെറിയ കുളം. ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ക്ഷേത്രം നോക്കുമ്പോൾ ശരിക്കും ഒരു തമിഴ് ടച്ചാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നമ്മൾ ശരിക്കുള്ള പഴനി പോകുമ്പോൾ നമ്മളുടെ ഈ കൊത്തുപണിയും കാര്യങ്ങളൊക്കെ കാണില്ല, അതേപോലത്തെ രീതിയാണ്. ഇവിടെ നല്ല വെയിലാട്ടോ. കാലൊക്കെ നല്ലവണ്ണം ചൂടായി കൊള്ളുന്നുണ്ട്. ഇതിൻ്റെ ഈ ഏരിയ ഒക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഒരു വയനാട്ടിലൊക്കെ പോയൊരു ഫീൽ തന്നെ ഉണ്ട്. പുറമേ നിന്ന് കാണുന്നതിനേക്കാളും ഒരു നല്ലൊരു അന്തരീക്ഷം, നമുക്ക് മനസ്സിന് തന്നെ ഒരു സമാധാന സംതൃപ്തിയൊക്കെ തോന്നുന്ന ഒരു രീതിയിലാണ്. അങ്ങനെ നമ്മൾ ഫുഡും കഴിച്ച് ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇവിടെ 12:30 നട അടയ്ക്കും. ഇനി 5 മണിക്ക് നട തുറക്കും. അപ്പോൾ നമ്മളുടെ വിസിറ്റിങ് കഴിഞ്ഞു. നമ്മൾ തിരിച്ചു പോവാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. നിങ്ങൾ ഈ മേൽപ്പഴനി ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ അനുഭവങ്ങളും എന്നോടും പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.